ആദ്യം നമുക്ക് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ 5 ലെയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സർഫസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ട്രോപ്പോസ്ഫിയർ, അതിന്റെ മുകളില് എന്ത് ലെയറാണ്? സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ അതിന്റെ മുകളില് മെസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ, അതിന് മുകളിൽ എക്സോസ്ഫിയർ. ഇങ്ങനെ 5 ലെയേഴ്സ് ആണുള്ളത്. സോ ഈ ലെയേഴ്സ് പഠിക്കണം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ, ഈ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞാല് ട്രോപ്പോസ്ഫിയർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിന്റെ 13 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, അതുപോലെ എല്ലാ വെതർ ഫിനോമിനാസും, റെയിൻഫോള്, ഹെയിൽ സ്റ്റോം, ഫോഗ്, അങ്ങനെയുള്ള വെതർ ഫിനോമിനാസും നടക്കുന്നത് ഈ ലെയറിലാണ്. സോ അതാണ് ട്രോപ്പോസ്ഫിയർ. പിന്നെ അതിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെയർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓസോൺ ലെയർ. ഓക്കെ, ഓസോൺ ഗ്യാസ് എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, അത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ്. ഓസോൺ എവിടെയാണ്, ഏത് ലെയറിലാണെന്ന്. സ്ട്രാറ്റോസ്ഫിയറിലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹൈറ്റ്, സ്ട്രാറ്റോസ്ഫിയറിന്റെ ഹൈറ്റ് എക്സ്റ്റെൻസ് അപ് ടു 50 കിലോമീറ്റർ. This layer is almost free from clouds and associated weather phenomena. So weather phenomena എവിടെ നടക്കുന്നത്? ട്രോപ്പോസ്ഫിയർ. സോ അതൊരു ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ട്രോപ്പോസ്ഫിയറിലാണ്. So stratosphere, ozone, troposphere, weather phenomenon. ഓക്കെ, ഇപ്പൊ ഓസോൺ എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് us ഫ്രം ദ ഹാർംഫുൾ എഫക്ട് ഓഫ് സൺറേസ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫ്രീ ഫ്രം ക്ലൗഡ്സ് ആൻഡ് അസോസിയേറ്റഡ് വെതർ ഫിനോമിനൻ. അതുകൊണ്ട് തന്നെ എയ്റോപ്ലെയിൻ ഫ്ലൈ ചെയ്യാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലെയർ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, പിന്നെ അടുത്തത് മെസോസ്ഫിയർ. ഇത് അറ്റ്മോസ്ഫിയറിന്റെ 3rd ലെയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിന്റെ തൊട്ട് മുകളിലായിട്ടുള്ളതാണ്. ഇറ്റ് എക്സ്റ്റെൻസ് അപ് ടു ദ ഹൈറ്റ് ഓഫ് 80 കിലോമീറ്റർ. Okay, it extends up to the height of 80 kilometer. Meteorites burn up in this layer entering from the space. സ്പേസിൽ നിന്ന് ഈ ലെയറിലോട്ട് മീറ്ററൈറ്റ്സ് വരുമ്പോഴത്തേക്കും അത് ബേൺ ആയി പോകും. ഓക്കെ, അതാണ് മെസോസ്ഫിയർ. മീറ്ററൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? മീറ്റിയോറൈറ്റ്സ് എന്ന് പറയുന്നത് ഉൽക്കകളാണ്. അതായത് ഈ കോമറ്റ്സിന്റെ, ആസ്ട്രോയിഡ്സിന്റെ ഒക്കെ പീസസ് സ്പേസിൽ നിന്ന് ഈ മെസോസ്ഫിയറിൽ എത്തുമ്പോഴത്തേക്കും അതിങ്ങനെ കത്തിപ്പോവും. ഓക്കെ, അപ്പം മെസോസ്ഫിയർ, മീറ്റിയോറൈറ്റ്സ്, അത് ഓർക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അതാണ് മെസോസ്ഫിയറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് തെർമോസ്ഫിയർ ആണ്.
തെർമോസ്ഫിയർ എന്ന് പറയുന്നത് അയണോസ്ഫിയർ ഇല്ലേ, അയണോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് ഈ ഒരു തെർമോസ്ഫിയറിന്റെ പാർട്ടാണ് അയണോസ്ഫിയർ. ഇതിന്റെ പ്രത്യേകത എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലെ, റേഡിയോ ട്രാൻസ്മിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഈ അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയർ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ തെർമോസ്ഫിയറിലാണുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുന്തോറും തെർമോസ്ഫിയറിലെ ടെമ്പറേച്ചർ പെട്ടെന്ന് റൈസ് ആവും. ഓക്കെ, ഇത് പറയുകയാണെങ്കിൽ 80 to 400 കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. അതിന്റെ ഇടയ്ക്കാണ് തെർമോസ്ഫിയർ ഉള്ളത്. ഓക്കെ, അപ്പൊ തെർമോസ്ഫിയർ എന്താന്ന് നമ്മൾ പറഞ്ഞു. ദിസ് ലെയർ ഹെൽപ്സ് ഇൻ റേഡിയോ ട്രാൻസ്മിഷൻ. അപ്പം തെർമോസ്ഫിയർ എന്ന് പറയുന്നത് അയണോസ്ഫിയർ, റേഡിയോ ട്രാൻസ്മിഷൻ. ഓക്കെ, അടുത്തത് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് ലെയർ ആണ് എക്സോസ്ഫിയർ. അപ്പൊ ഈ എക്സോസ്ഫിയർ ലെയർ ഹാസ് വെരി തിൻ എയർ. പിന്നെ ഇത് അപ്പർ മോസ്റ്റ് ലെയർ ആണ് നമ്മൾ പറഞ്ഞു. അപ്പർ മോസ്റ്റ് ലെയർ. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് യൂട്യൂബ് ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് ഓരോ ക്ലാസ് നടക്കുന്ന അനുസരിച്ച് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചാനലിൽ ഇടാം. പിന്നെ ഈ ഓരോ ലെയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സോൺസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അതായത് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സോണിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മള് ട്രോപ്പോപോസ് എന്ന് വിളിക്കും. അതായത് സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സോണിനെ ട്രോപ്പോപോസ് എന്ന് വിളിക്കും. അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിനെയും മെസോസ്ഫിയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സോണിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ട്രാറ്റോപോസ് എന്നും. മെസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സോണിനെ നമ്മൾ മെസോപോസ് എന്നും വിളിക്കും. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. പിന്നെ ഇതിന്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഈ ഓരോ ലെയറിലും ടെമ്പറേച്ചർ ഹൈറ്റ് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രാഫ് വെച്ച് ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ഓൾട്ടിറ്റ്യൂഡും. ഓക്കെ, നമുക്കിനി നോക്കാം. ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെയാണ് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ NCERT ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഓരോ 165 മീറ്റർ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയുന്ന. ഓക്കെ, പിന്നെ ഈ ട്രോപ്പോസിന്റെ റീജിയനിലല്ലേ ഈ ഒരു ഭാഗത്ത് ടെമ്പറേച്ചർ നിയർലി കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത കേസ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് സ്ട്രാറ്റോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മെസോസ്ഫിയറിലോ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ
കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെർമോസ്ഫിയറിലോ അയണോസ്ഫിയറിലോ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയാണ് അല്ലേ? ഇത് ജസ്റ്റ് ഓൾട്ടർനേറ്റീവ്ലി ആണ്. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ട്രോപ്പോസ്ഫിയർ ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് കുറയാണ് ടെമ്പറേച്ചർ. അപ്പൊ അതിന്റെ തൊട്ടടുത്ത ലെയർ സ്ട്രാറ്റോസ്ഫിയറിൽ എന്താ ടെമ്പറേച്ചർ കൂടുന്നു, അടുത്ത ലെയറിൽ മെസോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറയുന്നു, അയണോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. താങ്ക് യു.